ഗൈസ്, അപ്പോൾ ഇന്ന് ഈവനിങ് ചായക്ക് എന്താണ് സ്നാക്ക് എന്ന് ആലോചിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ ഇതിങ്ങനെ ഒരു സാധനം ഇരിക്കുന്നത് കണ്ടത്. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റായി വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കടയിൽ നിന്ന്. ഇത് നമ്മളൊന്ന് ജസ്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പം ഞാൻ ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുകയാണ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ അവർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് അതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അത് ഓവറായിട്ട് ഒഴിക്കണില്ല, ഓയിൽ കുറച്ച് ഒഴിക്കണുള്ളൂ. ഓവറായി ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ കോരിയെടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ആക്കേണ്ട, എണ്ണ അധികം വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ഇതിങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങോട്ട് മറച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യം ഒരു തവണ ചെയ്തപ്പോൾ ഉപ്പ് ഇട്ടില്ല, പിന്നെ കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇതിൽ ഉപ്പ് ഉണ്ടാവില്ല. നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ സൂപ്പറായിരിക്കും. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇതിലിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെയെന്ന് പറഞ്ഞത് ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. ഇതല്ലെങ്കിൽ നാശമാവും എന്തോ ചെയ്യുന്നുണ്ട്. അത് അവർ പ്രത്യേകം അതിൽ എഴുതിയിട്ടുണ്ട് കീപ്പ് ചെയ്യേണ്ടത് ഫ്രീസറിലാണെന്ന്. അതേപോലെ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഇത് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യും വേണം. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഇത് ഫ്രൈ ചെയ്ത് വരാൻ. അതായത് ആ തണവിലല്ലേ, അപ്പോൾ അത് മാറി ചൂടൊക്കെ ആയി ഫ്രൈ ആയി വരാൻ കുറച്ച് സമയം എടുക്കണം. പക്ഷെ നന്നായി എണ്ണയിലിട്ട് കോരി എടുക്കാൻ വെച്ചാൽ പെട്ടെന്നാകുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ഇത് ആയിട്ടുണ്ട്. ഇത് അവിടെ ഇവിടെയൊക്കെ കളറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പാകം നോക്കി നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ കോരി ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ കോരി മാറ്റി ഇതേ നമ്മൾ കുറച്ച് ടച്ചിങ്ങിനായി നമ്മൾ കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടെ വെച്ച് നമുക്ക് ആദ്യം തന്നെ വിഷ്ണുവിന് കൊടുത്തേക്കാം. വിഷ്ണുവിൻ്റെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. അപ്പം നമ്മളിങ്ങനെയൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഈ വീട്ടിൽ ഉണ്ടാക്കി നോക്കാറുണ്ട് പൊട്ടാറ്റോ വെച്ചിട്ടൊന്നല്ലാണ്ട്. വിഷ്ണുവിനെ ഇഷ്ടപ്പെട്ടു, അവൻ സൂപ്പറാന്ന് പറഞ്ഞു. അപ്പം ഞാനും കഴിച്ചു നോക്കട്ടെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ.